വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാസ്തു സംബന്ധമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗൃഹനിർമ്മാണ ഘട്ടത്തിൽ എല്ലാവർക്കും പൊതുവെ പൂജാറും എവിടെ ആയിരിക്കണം, എവിടെ പാടില്ല, എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ രീതിയിലായിരിക്കണം പൂജാറും എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. വീഡിയോ കാണുന്നതിന് മുന്നേ വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനൽ എല്ലാ മാന്യ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പൊതുവെ ഇന്ന് കാണുന്നത് വലിയ വലിയ വീടൊക്കെ വെക്കാറുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ്, 2500 സ്ക്വയർ ഫീറ്റ്, താഴെ 3 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം, 3 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, മുകളിലത്തെ 3 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം, ഇതല്ലാതെ ഒരു കോമൺ ബാത്റൂം. ശരിക്കും പറഞ്ഞാൽ 2 നിലയുള്ള വീടിന് 7 ബാത്റൂം ഉണ്ടാകും. ഞങ്ങളൊക്കെ പൂജയ്ക്ക് പോകുന്ന ആ ഘട്ടത്തിൽ, പൂജ കഴിഞ്ഞ് ഗണപതി ഹോമവും വാസ്തുപൂജയൊക്കെ നടത്തിയിട്ട് പ്രസ്ഥാനം കൊടുക്കുന്ന ഘട്ടത്തിൽ വീട്ടിലെ സ്ത്രീകൾ പൊതുവെ തിരിച്ചു ചോദിക്കാറുണ്ട്, തിരുമേനി എവിടെയാ ഞങ്ങൾ ഇനി വിളക്കെത്തിക്കേണ്ടത്? പൂജ നടത്തുന്ന ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 1.5 സെന്റ് കൊണ്ടുവന്ന് അവർക്ക് വീട്ടിൽ കൊടുക്കാനൊന്നും ഒക്കത്തില്ല. ഒരു പൂജാമുറിക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ 6 ബാത്റൂം ഉണ്ട്, പക്ഷെ പൂജാ റൂം ചെയ്യത്തില്ല. എല്ലാം കഴിഞ്ഞ് പാലുകാച്ചിൻ്റെ അന്നാണ് കുറ്റിയടിക്കുമ്പോൾ തീരുമാനിക്കേണ്ടതാണ്, കല്ലിടുമ്പോൾ തീരുമാനിക്കേണ്ടതാണ്, പ്ലാൻ വരിക്കുമ്പോൾ തീരുമാനിക്കേണ്ടതാണ് ഒരു പൂജാ റൂം. അല്ലാതെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ട് പാലുകാച്ച് കഴിഞ്ഞിട്ടല്ല പൂജാ റൂം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ പൂജാ റൂമിൻ്റെ സ്ഥാനം അന്വേഷിച്ച് പോകേണ്ടത് മാന്യ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഒരു വീടിൻ്റെ തുടക്കത്തിൽ ഒരു പൂജാറം ഒരു ഹൈന്ദവ ഭവനത്തിൽ ആവശ്യമാണ്. വളരെ വിശാലമായിട്ടുള്ള സ്ഥലമൊന്നും അതിന് വേണ്ട, ഒരു സ്പേസ് എങ്കിലും അതിനു വേണ്ടി പ്ലാൻ വരയ്ക്കുമ്പോൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ഭഗവാനെ മുറ്റത്ത് കൊണ്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വരാന്തയിൽ വിളക്ക് വെച്ച് ഒതുക്കേണ്ടി വരും. അല്പസ്വല്പം പ്രായമൊക്കെ ആകുമ്പോഴാണ് ഒരു പൂജാറൂമിൻ്റെ പ്രാധാന്യം പലർക്കും തോന്നി തുടങ്ങുന്നത്. മനസ്സമാധാനത്തിന് വേണ്ടി ഒരു 10 നിമിഷം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമല്ലോ, സ്ഥലമില്ല, ഹാളിൽ ഫർണിച്ചർ ഇട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ TV വെച്ച് കഴിഞ്ഞു, ഹാളിനോട് ചേർന്നതിനാണ് ഡൈനിങ്, ഒരു സ്പേസും ഇല്ല. എന്നാൽ 2500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, പൂജാറിന് സ്ഥാനമില്ല. വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ തന്നെ പൂജാറും എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുക. ഇനി ഈ വിഷയത്തിലേക്ക് കിടക്കാം. ഏത് സ്ഥാനത്താണ് ഒരു വീടിന് ഉത്തമമായ പൂജാസ്ഥാനം, പൂജാ റൂമിൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് വീട്ടിനാണെങ്കിലും കിഴക്ക് വടക്കേ മൂല, ഈശാന കോൺ എന്ന് പറയും. വാസ്തുപുരുഷൻ്റെ ശിരോഭാഗമായിട്ടുള്ള വളരെ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് പൂജാറും വന്നാൽ ഉത്തമം. അത് കഴിഞ്ഞാൽ നമ്മൾ കന്നിമൂല എന്ന് പറയുന്ന ആ ഭാഗം, നമ്മൾ കന്നിമൂല എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ്, ആ ഭാഗത്തും പൂജാറൂം ആകാം. ഈ 2 സ്ഥാനമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയേണ്ടത്. ഈ 2 ഭാഗത്തും പൂജാറൂമിന് വാസ്തുപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥാനമാണ്. ഈ ആദ്യം പറഞ്ഞ കിഴക്ക് വടക്കേ മൂലയിലും കന്നിമൂലയിലും പൂജാറൂം വെച്ചാൽ ഉത്തമമാണ്, ഉയർച്ചയാണ്. കന്നിമൂല ഭാഗം പ്രധാന ബെഡ്റൂമിനും പറഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളിൽ ഒന്നാണ്. ഇനി പൂജാറൂമിൻ്റെ പൊതുവായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പൂജാ റൂമിൻ്റെ വാതിലിന് 2 പാളി കതകാണ് വേണ്ടത്. ഒറ്റപ്പാളി ആകുന്നത് നല്ലതല്ല, 2 പാളി കതകാണ് വേണ്ടത്. അടിപ്പടി വേണം, പൂജാ റൂമിന് അടിപ്പടി വേണം. പരമാവധി റൂമിൻ്റെ ആ ചുവരിൻ്റെ മധ്യഭാഗത്തായിട്ട് വാതിൽ വരുന്നതാണ് നല്ലത്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് സ്റ്റെയർകേഴ്സിന് താഴെയായിട്ട് പൂജാ റൂം ഒഴിവാക്കുക. പൂജാ റൂമിൻ്റെ ആ ചുവര് ഷെയർ ചെയ്യുന്ന രീതിയിൽ ടോയ്ലറ്റ് ഒഴിവാക്കുക. പൂജാ റൂമിന് മുകളിലും ടോയ്ലറ്റ് ഒഴിവാക്കുക. പൂജാ റൂമിൽ ഭഗവാന്റെ ചിത്രം വെക്കുമ്പോൾ ഭഗവാൻ വീട്ടിനകത്തേക്ക് നോക്കുന്ന രീതിയിലായിരിക്കണം ചിത്രം വെക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അതാണ് ഏറ്റവും നല്ലതായിട്ട് പറയേണ്ടത്. കിഴക്കോട്ട് നോക്കിയോ പടിഞ്ഞാറോട്ട് നോക്കിയോ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണെങ്കിലും ആ ചിത്രം വീടിനകത്തേക്ക് നോക്കുന്ന രീതിയിലായാൽ അത് വളരെ ഉത്തമമാണ്. പൂജാ റൂമിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ പൂജയുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമായിരിക്കണം. ഉത്തമമായ ഗ്രന്ഥങ്ങൾ, വിളക്കിലൊഴിക്കേണ്ട എണ്ണയോ നെയ്യോ തിരിയോ ചൂടമോ തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രമേ പൂജാ റൂമിൽ വയ്ക്കാവൂ. പൂജാ റൂമിൻ്റെ ശുദ്ധി ആ വീടിൻ്റെയും കൂടെ ഐശ്വര്യമായിട്ട് കരുതുക. അതുപോലെ കിഴക്ക് വടക്കേ മൂലയിലുള്ള പൂജാ റൂമിൻ്റെ ആ ഒരു തറ, അതിൻ്റെ ഒരു ഫ്ലോർ അല്പം മറ്റു ഹാളിനേക്കാളും ഒക്കെ ഒന്ന് താഴ്ന്നിരുന്നാൽ നല്ലതാണ്. കിഴക്ക് വടക്കേ മൂലയിൽ ഈശാന കോണിലെ പൂജാ റൂമിൻ്റെ തറയെ ഒന്ന് താഴ്ന്നിരുന്നാൽ നല്ലതാണ്. മറ്റെല്ലാ റൂമിനേക്കാളും ഒരു 1/4 ഇഞ്ചെങ്കിലും താഴ്ന്നതാണ് അതിൻ്റെ ഫ്ലോറിങ് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ കന്നിമൂല റൂമിലെ പൂജാ റൂമിൻ്റെ തറ ഒന്ന് അല്പം ഉയർന്നിരിക്കുന്നതും നല്ലതാണ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് വിളക്കിന് തൊട്ട് നേരെയോ പ്രധാനമായി നടുക്ക് വെച്ചിരിക്കുന്ന ഭഗവാന് നേരെയോ നിന്ന് പ്രാർത്ഥിക്കരുത്. അല്പം ഒന്ന് മാറി നിന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ. വേദദോഷം അങ്ങനെയും ഉണ്ടാകാമെന്നൊരു പ്രമാണമുണ്ട് വാസ്തുവില്. പൊതുവായി ഇത്രയെങ്കിലും ശ്രദ്ധിക്കുക. ഒരു വീട് വെക്കുമ്പോൾ, വീട് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ പൂജാ റൂം വേണമെന്ന് നിശ്ചയിച്ച് അതിനൊരു ചെറിയ സ്പേസ് കണ്ടെത്തി
പൂജാ റൂം പണിയുക. പൂജാ റൂം വെച്ച് കഴിഞ്ഞാൽ സാമാന്യം പാലിക്കേണ്ട നിയമങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അത്രയും പാലിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മനസ്സമാധാനവും ഗുണവും ഉയർച്ചയും ഒക്കെ തന്നെ ആ ഗ്രഹത്തിൽ നിന്ന് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. മറ്റ് വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.